നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദങ്ങളാണല്ലോ നമ്മൾ ഓരോരുത്തരും. വളർന്നു വരുന്ന പുതുതലമുറ പിന്തുടരുന്നത് മുന്നേ സഞ്ചരിച്ചു പോയ പലരുടെയും സ്വഭാവങ്ങളായിരിക്കും. വളരെ ചിന്തനീയമായ ഒരു സംഭവം പറയുന്നത് വേണ്ടിയാണ് ഞാൻ ഈ പൊതു മനഃശാസ്ത്രം ഇവിടെ ഉദ്ധരിച്ചത്. ഇന്ന് വളരെ യാദർച്ഛികമായി കൊല്ലം ഋഷികേശ് ആർട്ട് ഗ്യാലറിയിലേക്ക് ഒരു ധനികനായ മനുഷ്യൻ കയറി വന്നു. ഋഷികേശ് ആർട്ട് ഗാലറിയെപ്പറ്റി ചോദിച്ചതിൽ ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ച് ആർട്ട് ഗാലറിയുടെ ഫ്രണ്ട് ഓഫീസിലിരുത്തി ഗാലറിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയും ഒരു വർഷം നടക്കുന്ന ചിത്രകലാ പ്രദർശനത്തെപ്പറ്റിയും ഇതിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പെയിൻറ്റിങ്ങുകളെ പറ്റിയും ചിത്രകാരന്മാരെ പറ്റിയും വാതോരാതെ സംസാരിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മതിയായ മറുപടി കൊടുക്കുക എന്നത് ഒരു ക്യൂരേറ്റർ എന്ന നിലയിൽ എൻ്റെ കടമയാണ്. ഇത്രയും കേട്ട ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്നെ വളരെ മാനസികമായി വിഷമപ്പെടുത്തി. കാരണം സാമൂഹിക ഉന്നമനത്തിനും വിമലീകരണത്തിനും എന്ന ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഈ ഗാലറി എന്ത് ലാഭമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് ചോദിച്ചു. സാമ്പത്തികമായ ലാഭമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. ദീർഘനേരം സംസാരിച്ചിരുന്ന അദ്ദേഹം ഒരിക്കൽ പോലും ഗാലറിയുടെ അകത്ത് കയറി പെയിൻറ്റിങ്ങുകൾ കാണണമെന്നുള്ള ഒരാഗ്രഹം പ്രകടിപ്പിക്കാത്തത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. തുടർന്ന് ഞാൻ അദ്ദേഹത്തെ ഗാലറി കാണുന്നതിനായി ക്ഷണിച്ചു. അതിന് അദ്ദേഹം സ്നേഹപൂർവ്വം പറഞ്ഞ മറുപടി, എനിക്ക് ചിത്രങ്ങൾ കാണുന്നത് ഇഷ്ടമല്ല, ചിത്രങ്ങൾ ഞാൻ കാണാറില്ല, എനിക്ക് താല്പര്യമില്ല എന്നതാണ്. ഈ മറുപടി സത്യത്തിൽ എന്നെ അല്ല വേദനപ്പെടുത്തിയതും വ്രണപ്പെടുത്തിയതും. ഇദ്ദേഹത്തെ മാതൃകയാക്കി സമൂഹത്തിൽ ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. കാരണം ഇഷ്ടംപോലെ വസ്തുവകകൾ, ആഡംബര വീടുകൾ, ആഡംബര വാഹനങ്ങൾ, സുഖസൗകര്യങ്ങൾ എന്നിവയായി ജീവിക്കുന്ന ഇദ്ദേഹത്തെയാണ് സമൂഹത്തിലെ പല യുവാക്കളും കുട്ടികളും മാതൃകയാക്കി വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കാരണം കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ വല്ലാതെ അലോസരപ്പെടുത്തി. സത്യത്തിൽ ഇത്തരത്തിലുള്ള ധനികന്മാരായ ആളുകളാണ് സമൂഹത്തിൻ്റെ ഉന്നതിക്കും അതിൻ്റെ നന്മയുള്ള പ്രവർത്തനങ്ങൾക്കും തടസ്സമായി നിൽക്കുന്നത്. കാരണം ഇവരെ അനുകരിച്ച് വരുന്ന പല യുവതലമുറകളും കലയെ ഉൾക്കൊള്ളാതെ, കല പഠിക്കാതെ, കലാകേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ, ആർട്ട് ഗാലറികൾ കാണാതെ പണത്തിന് പിന്നാലെ സഞ്ചരിക്കുകയും അതിനുവേണ്ടി എന്ത് മോശം പ്രവർത്തികൾ ചെയ്യാനും തൽപരരാകുകയും ചെയ്യുന്നു. കാരണം അവർ എല്ലാത്തിനും മുകളിൽ പണമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇത്തരം സ്വഭാവം രൂപീകരണത്തിന് ഉണ്ടാകുന്ന ഒരു വശം ഇവരാണ് സമൂഹത്തിൽ മദ്യമയക്കുമരുന്നുകൾക്കും അധമ ജീവിത സാഹചര്യങ്ങൾക്കും അടിമയായിത്തീരുന്നത്. ഇവർ മാതാപിതാക്കളെ വെട്ടുകത്തി വെട്ടിക്കൊല്ലുകയും ജനിപ്പിച്ച കുറ്റത്തിന് അവരെ ഭൂമിയിൽ നിന്നില്ലാതാക്കുകയും
അവരെ വളർത്തിയ കുറ്റത്തിന് പിതാവിനെ ഇല്ലാതാക്കുകയും നാട്ടുകാരായത് എന്ന കുറ്റത്തിന് അയലത്തുകാരായ അച്ഛനെയും മകളെയും വെട്ടിക്കൊല്ലുകയും ചെയ്യുന്ന ചെന്താമരകൾ ഇവിടെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം കുട്ടികളിലും യുവാക്കളിലും കലകൾ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇതിൻ്റെ പ്രധാനമായ കാരണം ഇത്തരക്കാരായ സമൂഹത്തിലെ മാതൃകകളാണ്. ഈ മാതൃകകൾ മാറി ചിന്തിക്കാത്തിടത്തോളം കാലം യുവാക്കളും കുട്ടികളും ഇത്തരക്കാരുടെ ആകർഷണ വലയത്തിൽ വീണ് അതിനുവേണ്ടി ജീവിതം ഹോമിക്കുകയും ജീവിതം നരകതുല്യമായി തീരുവും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കുറ്റവാളികളായി സൃഷ്ടിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം കലകൾ ലഭിക്കാത്തതാണ്. കലകൾ ലഭിച്ച ആരും ഇവിടെ കുട്ടികളായി വളർന്നവരാരും മോശം പ്രവർത്തികൾക്കും ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കും പോകുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കലയെ ഒപ്പം കൊണ്ടു കടക്കാൻ നമുക്ക് പ്രാപ്തിയുണ്ടാകണം. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഞാൻ ശില്പി ഗുരുപ്രസാദ് അയ്യപ്പൻ. നന്ദി, നമസ്കാരം.